ولا يزر وازرة وزر أخرى ഒരാളുടെ ചുമട് മറ്റൊരാൾ എടുക്കുകയില്ല. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن. തന്റെ മക്കളിൽ നിന്ന് മാതാപിതാക്കൾ ഓടുന്ന ദിവസം, തന്റെ സഹോദരനിൽ നിന്ന് സഹോദരി ഓടുന്ന ദിവസം, അയൽവക്കക്കാരിൽ നിന്ന് അയൽവക്കക്കാരൻ ഓടുന്ന ദിവസം, സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും അവരെല്ലാം നെട്ടോട്ടം ഓടുന്ന ദിവസം, ഓരോരുത്തർക്കും അവരുടേതായ കാര്യം മാത്രമാണ്. മറ്റൊരാളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനോ അവരുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാനോ ആരെ കൊണ്ടും നാളെ ആഖിറത്തിൽ കഴിയില്ല. يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض يومئذ كلا എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന സഹോദരങ്ങൾ, കൂട്ടുനിന്നുകൊണ്ട് എല്ലാ മോശമായ പ്രവർത്തനത്തിനും സംഭവത്തിനും സാക്ഷ്യം വഹിച്ച സഹോദരങ്ങളെ നാളെ അല്ലാഹു ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടും. ഈ ദുനിയാവിൽ വെള്ളമടിക്കാൻ പ്രേരിപ്പിച്ചവർ, സിനിമ കാണാൻ പ്രേരിപ്പിച്ചവർ, വ്യഭിചരിക്കാൻ പ്രേരിപ്പിച്ചവർ, പലിശ വാങ്ങാൻ പ്രേരിപ്പിച്ചവർ, ചീട്ട് കളിക്കാൻ പ്രേരിപ്പിച്ചവർ, പണയം വെക്കാൻ പ്രേരിപ്പിച്ചവർ, അതുമായി ബന്ധപ്പെട്ട സകലമാന വൃത്തിഹീനമായ നടപടികൾക്കും പ്രേരിപ്പിച്ചവർ, ഇവരെ എല്ലാവരെയും നാളെ ആഖിറത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് സ്വർഗത്തിൽ കടക്കാൻ കടമ്പോൾ അടുത്തു നിൽക്കുമ്പോ അല്ലാഹു തആല അവനോട് പറയും അത്രേ, ഇതാ നിന്റെ കൂട്ടുകാരൻ, ഇവനാണല്ലോ നിന്നെ വഴിതെറ്റിച്ചത്. യുബസ്സറൂനഹും ഇവനെ അല്ലാഹു കാണിച്ചു കൊടുക്കും. ഇതാ നിന്നെ വഴിതെറ്റിച്ചവൻ, നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അതിന് തടസ്സം നിന്നവൻ, മദ്യപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അല്പം സ്കോച്ച് നിലക്കും വാങ്ങിത്തന്ന് നിന്നെയും മദ്യപിക്കുന്നതിന് കൂട്ടിയിണക്കിയവൻ, പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യത്തിന് പലിശ വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞവൻ, ബാങ്കിൽ ലക്ഷക്കണക്കിന് പൈസ നിക്ഷേപിക്കുമ്പോ അവിടുന്ന് കിട്ടുന്ന പലിശ നിങ്ങൾ എഴുതി തള്ളനെ വാങ്ങരുത് എന്ന് പറയുമ്പോ അത് ഇൻട്രസ്റ്റ് അല്ല, അത് കച്ചവടം ചെയ്ത ലാഭവിഹിതമാണെന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞുകൊണ്ട് ഹറാമ് സമ്പാദിക്കാൻ കൂട്ടുനിന്ന കൂട്ടുകാരനാണിവൻ. യുബസ്സറൂനഹും അല്ലാഹു ഇവനെ കാണിച്ചു കൊടുക്കുമ്പോൾ വലാ യസ്അലു ഹമീമുൻ ഹമീമാ, ഒരു കൂട്ടുകാരനെ എനിക്ക് കാണണ്ട റബ്ബേ, എനിക്ക് കാണണ്ട റബ്ബേ, എനിക്കിവരെ കാണണ്ട റബ്ബേ എന്ന നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ശടിച്ചു പറയും അത്രേ. ശേഷം ഇവൻ അവിടെ ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി റബ്ബിനോട് പറയും, യബദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി. അല്ലാഹുവേ, എന്റെ പൊന്നു മോനെ, നിനക്ക് വേണമെങ്കിൽ ഞാൻ പണയം തരാം, നിനക്ക് വേണമെങ്കിൽ ബലി നൽകാം, എന്നെ ഈ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. യവദ്ദുൽ മുജ്രിമു, ഓരോ പാവിയും അക്രമിയും അവൻ ആഗ്രഹിക്കും, ലൗ യഫ്തദി മിൻ അദാബി യൗമിദിൻ ബിബനി, തന്റെ വാത്സല്യ മിത്രങ്ങളെ പുത്രങ്ങളെ അല്ലാഹുവേ നിനക്ക് നൽകിക്കൊണ്ട് ഈ നരക കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിനക്ക് വേണ്ടി എന്ത് സമർപ്പണവും ചെയ്യാമെന്ന് കുറ്റവാളികൾ ആഗ്രഹിക്കുമത്രേ. വസാഹിബതിഹി, തന്റെ ഭാര്യയെ വേണമെങ്കിൽ തരാം, വഫസീലതിഹി അല്ലതി തൂവി, തനിക്ക് അഭയം നൽകിയ മാതാവിനെ വേണമെങ്കിൽ തരാം, തനിക്ക് അഭയം നൽകിയ പിതാവിനെ വേണമെങ്കിൽ തരാം. വമൻ ഫിൽ അർളി യൗമഇദിൻ സുമ്മ യൻജി. അല്ലാഹ്, ഈ ദുനിയാവിൽ താമസിച്ച മാനവരാശികളെ മുഴുവനും നിന്റെ മുന്നിൽ ഞാൻ സമർപ്പിക്കാം. സുമ്മ യുൻജി, ഈ നരക കൊണ്ടാരത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ നാഥാ, എന്നെ ഒന്ന് സംരക്ഷിക്കുമോ നാഥാ, എനിക്കൊരഭയം നൽകുമോ നാഥാ എന്ന് നാളെ അല്ലാഹുവിന്റെ കോടതിയുടെ മുന്നിൽ നിലവിളി വിളിച്ചുകൊണ്ട് ഇവൻ ആക്ഷേപിച്ച് ഇവൻ ആവലാതിപ്പെട്ട് റബ്ബിന്റെ മുന്നിൽ പറയുമ്പോ അല്ലാഹുവിന്റെ മറുപടി കല്ലാ
ദുനിയാവിൽ എത്രയോ വാള് നീ കേട്ടില്ലേ, എത്രയോ പ്രഭാഷണത്തിന് സാക്ഷ്യം വഹിച്ചില്ലേ, എത്രയോ ഉസ്താദുമാരുടെ മജ്‌ലിസിൽ പോയിരുന്നില്ലേ, എത്രയോ കാസറ്റ് നിങ്ങൾ കേട്ടില്ലേ, എന്നിട്ട് ദുനിയാവിലെ നൈമിഷികമായ ജീവിതത്തിന്റെ രസാനുഭൂതികൾക്ക് വേണ്ടി ഈ ഹറാമ് മുഴുവനും സമ്പാദിച്ചു കൂട്ടിയില്ലേ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ മൻ തദക്കറ വജാഅകുമുൻ നദീർ. എത്രയെത്ര പ്രഭാഷകരും എത്രയെത്ര ദൂതന്മാരും നിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ അജയ്യതയെ കുറിച്ച് വിളിച്ചോതിയില്ലേ, ആഖിറത്തിന്റെ വിശാലതയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ, നരകകുണ്ടാരത്തിന്റെ ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകിയില്ലേ? ഖാലൂ ബലാ ഖദ് ജാനാ നദീർ. അതേ റബ്ബേ, അതേ റബ്ബേ, സത്യമാണ് റബ്ബേ, വന്നിരുന്നു അല്ലാഹുവേ. ധാരാളം പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടവരാണ് റബ്ബേ, ധാരാളം ഖുർആനിന്റെ സദസ്സിൽ പങ്കാളികളായവരാണ് റബ്ബേ, ധാരാളം കാസറ്റുകൾ കേട്ടവരാണ് റബ്ബേ, പ്രവാചകന്മാര് വന്ന ഓരോ വാക്കുകളും ഞങ്ങൾ പെറുക്കിയെടുത്തവരാണ് റബ്ബേ. അതെല്ലാം സത്യമാണ് അല്ലാഹ്. പക്ഷേ നിന്നോട് ഞങ്ങൾ അഭയം തേടുന്നു, നിന്നോട് ഞങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കുന്നു. ഇൻ റബ്ബനാ അഖ്രിജ്നാ മിൻഹാ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ. അല്ലാഹുവേ, ഒരല്പ ജീവിതം കൂടി ഞങ്ങൾക്ക് നീ നൽകിയിട്ട് ഞങ്ങളെ നീ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണമേ. ഞങ്ങൾ ഇനി മേലിൽ ഹറാമിന്റെ ഒരു വാക്കും ഹറാമിന്റെ ഒരു പ്രവൃത്തിക്കും കൂട്ടുനിൽക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യില്ല അല്ലാ എന്ന് ഫഇന്നാ മൂഖിനൂൻ ഉറപ്പ് നൽകുന്നു അല്ലാ, ഉറപ്പ് നൽകുന്നു അല്ലാ. റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ഈ പറയുന്ന ഞാനും നീ കേൾക്കുന്ന നിങ്ങളും അല്ലാഹുവിന്റെ വിധി ന്യായങ്ങളെ തിരസ്കരിച്ചും നിഷേധിച്ചും ജീവിക്കുകയാണെങ്കിൽ പടച്ച തമ്പുരാന്റെ കോടതിയുടെ മുന്നിൽ പോയി ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെ ആവലാതിപ്പെടുമ്പോ അള്ളാന്റെ മറുപടിയാ കല്ലാ ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. ഇല്ലടാ ഇല്ലടാ, നിനക്ക് മാപ്പില്ലടാ, മാപ്പില്ലടാ. ദുനിയാവിൽ 100 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ, 60 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ, 30 വയസ്സ് നിനക്ക് ഞാൻ നൽകിയില്ലേ, ദുനിയാവിൽ ജീവിക്കാനുള്ള സൗകര്യം നിനക്ക് ഞാൻ നൽകിയില്ലേ? ആ സന്ദർഭത്തിൽ ചിന്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, ഓർക്കാൻ നിനക്ക് കഴിയുമായിരുന്നു, പ്രവർത്തിക്കാൻ നിനക്ക് കഴിയുമായിരുന്നു. ദുനിയാവിന്റെ ലഹരിയിൽ നീ മൂടിപ്പോയില്ലേ, അതിൽ നീ വ്യാപൃതനായില്ലേ? ഇപ്പോൾ നീ ഖേദിച്ചിട്ട് കാര്യമില്ല. ആ കത്തിക്കാണുന്ന നരകമാണ് നിന്റെ സങ്കേതം, അതാണ് നിന്റെ വാസസ്ഥലം. നസ്സാഅതൻ ലിശ്ശവാ, ശരീരത്തിന്റെ രോമകൂമങ്ങളെ കത്തിച്ചു മുരുക്കിക്കളയുന്ന ആ കൊടും ക്രൂരത കിട്ടുന്ന ആ സങ്കേതമാണ് നിനക്കുള്ളത്. തദോ, ആ നരകം വിളിക്കുന്നു മന്നത് പർവ്വതമല്ല. എത്ര വാല് കേട്ടിട്ടും എത്ര പ്രഭാഷണം കേട്ടിട്ടും എത്ര ദൂതന്മാർ വന്നിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടും അത് സ്വീകരിക്കാതെ പിന്തിരിഞ്ഞു പോയില്ലേ, പിന്തിരിഞ്ഞു പോയില്ലേ? നമസ്കാരം നടക്കുമ്പോ കൂസലില്ലാതെ വീടിന്റെ ഉമ്മറപ്പടിയിലിരുന്ന് സംസാരിക്കൂലേ? നമസ്കാരത്തിന്റെ സമയമാകുമ്പോ ബാങ്ക് വിളിക്കുമ്പോ TV കണ്ട് രസിക്കൂലേ? പരിശുദ്ധമായ ജുമാടെ ദിവസത്തിന് റിലീസ് പടങ്ങൾ കാണാൻ തള്ളിക്കയറൂലേ? അള്ളാഹുവിന്റെ വീട്ടിൽ വന്ന് വരിവരിയായി നിൽക്കുന്നതിന് നാണം കെട്ട മനുഷ്യൻ ബിവറേജസ് കോർപ്പറേഷനിൽ പോയി ക്യൂ നിന്നില്ലേ? അതുകൊണ്ട് നിനക്കുള്ള സങ്കേതമാണ് ഈ ലള എന്ന സങ്കേതം. വിടില്ല വിടില്ല. നസ്സാഅതൻ ലിശ്ശവാ, നിന്നെ കരിച്ചു കളയും, നിന്നെ കരിച്ച് ചാമ്പലാക്കി കളയും. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരമാസകലം കരിച്ച് ചാമ്പലാക്കി നിന്റെ ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന എല്ലാ തുകലുകളും കത്തിച്ചാമ്പലാകുമ്പോ ബദ്ദൽനാഹും ജുലൂദാ, നാം വീണ്ടും നിനക്ക് പുതിയ തുകൽ നൽകുകയാ. ഗൈറഹാ, പഴയ തുകലിനേക്കാൾ ലിയദൂഖുൽ അദാബ്,
നിരന്തരം നീ ശിക്ഷ രുചിച്ചുകൊണ്ടിരിക്കണം, അനുഭവിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി നിനക്ക് ഞാൻ നിന്റെ ശരീരത്തിലെ പഴയ തോലുകളെല്ലാം കത്തിച്ചാമ്പലാകുമ്പോൾ വീണ്ടും ഞാൻ പുതിയ തോല് നൽകി നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമത്രേ. അലൈഹാ 19 മലക്കുകളെ നിന്റെ മേൽ ഞാൻ ആധിപത്യം ചെലുത്തുന്നതിന് പറഞ്ഞേക്കും. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹു പറയുന്നത് പോലെ ആ മാലാഖമാരെ സ്വീകരിക്കുമത്രേ. നീ എത്രത്തോളം നിലവിളിച്ചാലും എത്രത്തോളം നരകത്തിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചാലും അവർ നിന്നെ വെറുതെ വിടുകയില്ല. അവർ നിന്നെ വെറുതെ വിടുകയില്ല. അവർ നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പീഡനത്തിന് നീ ഇരയായിക്കൊണ്ടിരിക്കണം. അതൊന്ന് ലഘൂകരിക്കുന്നതിന് വേണ്ടി റബ്ബിനോട് നീ യാചിക്കും. ثم لا يذوق ثم لا يموت فيها ولا يحيا لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها. നിലവിളിച്ച് പടച്ച തമ്പുരാനോട് പൊട്ടിക്കരയുമ്പോ, ദുനിയാവിൽ വെച്ച് കരയുമ്പോ നിന്നെ സഹായിക്കാൻ 100 പേര് വരുമെങ്കിൽ ആ നരക കുണ്ടാരത്തിൽ ഒറ്റയ്ക്ക് കിടന്ന് നിലവിളിക്കുമ്പോ ലാ യുഖ്ളാ അലൈഹിം ഫയമൂതു. അല്ലാഹുവേ നീ ഒന്ന് മരിപ്പിച്ചു കളയണമേ റബ്ബേ, മരിപ്പിച്ചു കളയണമേ റബ്ബേ എന്ന് റബ്ബിനോട് നീ പറയുമ്പോ അല്ലാഹുവിന്റെ തീരുമാനമാണ് ലാ യമൂതു, മരിക്കണ്ട മരിക്കണ്ട, നരകത്തിൽ മരണമില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, നിനക്കുള്ള ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് പോലും അല്ലാഹു ചെയ്യുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു രക്ഷയിൽ അവിടെ പോയി കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വെച്ച് മാറാനുള്ള അവസരമാണിത്. ഇവിടെ വെച്ച് മാറാനുള്ള അവസരമാണിത്. ഇപ്പോൾ നമ്മൾ മാറി തൗബ ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ സമർപ്പിക്കാൻ തയ്യാറായാൽ 100 വട്ടം അള്ളാഹു സ്വീകരിക്കും. 100 വട്ടം അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാൻ റഹീമാൻ, അള്ളാഹു മാപ്പ് ചെയ്തു തരും. നമ്മൾ തൗബ ചെയ്ത് മടങ്ങും. പഠിച്ചവന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ലോൺ എടുത്തു, വിവരമില്ലായ്മയുടെ പേരിൽ സിസിക്ക് വണ്ടി എടുത്തു, വിവരമില്ലായ്മയുടെ പേരിൽ ഞാൻ ഹറാമായ വഴികളുമായി ബന്ധപ്പെട്ടു. യാ അല്ലാഹ്, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഇനി മേലില്ല റബ്ബേ, ഇനി മേലില്ല അല്ലാഹ്. ഇന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്താൽ ഈ പരിശുദ്ധമായ ശഅബാനിന്റെ ഈ രാവിൽ റമളാനിനെ വരവേൽക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ഈ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയാൻ നമ്മൾ തയ്യാറാകാൻ നമ്മൾ നിയ്യത്തെടുത്താൽ റബ്ബ് നമ്മുടെ ഭാവി ജീവിതം ഖൈറിലേക്കും ഹലാലിലേക്കും കൊണ്ടെത്തിക്കും. അല്ലെങ്കിൽ നരകത്തിൽ പോയി അള്ളാന്റെ മുന്നിൽ ഓശാനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും തൗബ ചെയ്തോളാം. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യൂലേ? ഇതിൽ നമുക്ക് മാറണം. കുറേശ്ശെ ഉള്ള വരുമാനം മതിയെന്ന്, ഉള്ളത് മതി. എന്തിനായി മാറിക്കോ? ഇന്നലെ പറഞ്ഞു കേട്ടില്ല, ഇന്നലെ നമ്മളതൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അല്ലാഹയെ പേടിച്ചാൽ നിന്റെ വഴി അല്ലാഹ് എളുപ്പമാക്കി തരും. എല്ലാ കാര്യങ്ങളും അല്ലാഹ് എളുപ്പമാക്കി തരും. നിസ്സാരം, ഈസിയാക്കി അല്ലാഹ് തരും. അല്ലാഹയെ പേടിച്ചാൽ ഈസിയാക്കി തരും. എല്ലാത്തിനും പരിഹാരം. മിൻ അംരിഹി യുസ്റ.